ഈ സ്ക്രീനിൽ കാണുന്ന കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ട് നേരിടുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ആക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കിട്ടിലനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഈ മെത്തേഡിൻ്റെ പേരാണ് ജേർണലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഈ മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എത്ര കാലമാണ് ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അങ്ങനെ ഈ മെത്തേഡ് നമ്മുടെ റൈറ്റിംഗ് സ്കിൽസിനെ ഇമ്പ്രൂവ് ആക്കുന്നത് തുടങ്ങിയിട്ടുള്ള കിടിലൻ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ഒരാളാണ്, ഇംഗ്ലീഷിൽ എഴുതാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു ദ ഷോ. എൻ്റെ പേര് ഷിജു തോമസ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ളത് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. എന്താണ് ഈ മെത്തേഡ്? വാട്ട് ഈസ് ജേർണലിംഗ് മെത്തേഡ്? അല്ലെങ്കിൽ എന്താണ് ഈ മെത്തേഡ് എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നിശ്ചിത സമയം നമ്മൾ തീരുമാനിക്കുന്ന, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതുന്ന, അതും ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജേർണലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് എങ്ങനെയാണ് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെ ഇമ്പ്രൂവ് ആക്കുന്നത്, അല്ലെങ്കിൽ ഈ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ നമുക്ക് ബെനിഫിറ്റ് ആകുന്നത് എന്നുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കട്ടാം. രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൗ, അതായത് എങ്ങനെ നമുക്ക് ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കാലം നമുക്ക് ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം എന്നൊരു ഡൗട്ട് നിങ്ങളിൽ പലർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡയറി അല്ലെങ്കിൽ ഒരു പുസ്തകം. ഡയറി എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ 365 ദിവസത്തിനും ഒരു പേജ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഒരു പേജാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇമാജിനേഷൻ കംപ്ലീറ്റ് ആവുന്നിടത്തോളം എഴുതാനാണ് നിങ്ങളുടെ പ്ലാൻ. വളരെ എഴുതണം, 3-4 പേജൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു നോട്ട് പുസ്തകം മേടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതി തുടങ്ങാൻ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഡയറി എടുക്കുന്നു. ആ ഡയറി തുറക്കുമ്പോൾ നമുക്ക് കുറച്ച് പേജ് ഫ്രീ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും. ആ പേജിൽ നമ്മൾ നമ്മുടെ അടുത്ത വർഷത്തേക്കില്ല 10 ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അത് എഴുതി വെക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം എടുക്കുമ്പോൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ പേജിൽ ഫസ്റ്റ് പേജിൽ നമ്മുടെ പ്ലാനുകൾ കാണാനും നമ്മുടെ ക്ലാരിറ്റി അതിൽ നിന്ന് മാറിപ്പോകാതെ, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് അതിൽ നിന്ന് മാറിപ്പോകാതെ ആ ഒരു ഗോൾസിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 എഴുതുന്നത്. ചോദിക്കും, എന്താണ് ഞാൻ അതിനകത്ത് എഴുതേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ പലപ്പോഴും നിങ്ങൾക്ക് സെൻറ്റൻസ് എഴുതാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അത് ഇമ്പ്രൂവ് ആക്കാനാണ് നമ്മൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനകത്ത് എന്ത് തെറ്റെഴുതിയാലും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും വരാത്തതിൻ്റെ കാരണം ഇത് നിങ്ങളുടെ മാത്രം ഡയറി ആയതുകൊണ്ടും ഇത് നിങ്ങൾ വേറെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും വേറെ ആരും ഇതിനെ ജഡ്ജ് ചെയ്യാൻ വരാത്തതുകൊണ്ടും എത്ര മിസ്റ്റേക്ക് നിങ്ങൾ ഇതിനകത്ത് വരുത്തിയാലും ആരും നിങ്ങളെ കളിയാക്കാനോ വിലയിരുത്താനോ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളത്ര മിസ്റ്റേക്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതോ ഇനി ഇതിനകത്ത് എന്താണ് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഒന്നും കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ദിവസം നമ്മൾ രാവിലെ മുതൽ എണീറ്റത് മുതൽ വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഫ്രീ ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗോളിനെ പറ്റിയിട്ടോ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ഇമാജിനറി ഒരു സ്റ്റോറി ആയാലും എന്ത് സംഭവം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാം. ഇന്ന ടോപ്പിക്ക് എഴുതാൻ പാടൂ എന്നുള്ളതിനകത്ത് യാതൊരു റെസ്ട്രിക്ഷനും നമുക്കില്ല കേട്ടോ. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഏറ്റവും ബെറ്റർ ഐഡിയ രാവിലെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൈകിട്ടാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നമ്മൾ 1-2 ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈവനിങ്ങിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ എന്തെങ്കിലും ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എഴുതുന്ന സമയം തീരുമാനിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊരു ഊഹത്തിന് ഒരു 7:30 എഴുതാം, 8 മണിക്ക് എഴുതാം, അങ്ങനെ നിങ്ങളൊരു ഊഹം ടൈം ഗസ് ചെയ്തിട്ട് എന്നും എഴുതാൻ ശ്രമിക്കാതെ നിങ്ങളൊരു ഡെയിലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീനോട് ക്ലബ് ചെയ്തിട്ട് ഈ ഒരു ജേർണലിംഗ് മെത്തേഡ് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വസ്ത്രം മാറിയിട്ടാണ് ഉറങ്ങുന്നത് വിചാരിക്കാം. അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഡയറി എഴുതാൻ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഡയറി എഴുതാൻ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ പല ആളുകളും ഒരു 9:30 ഏതെങ്കിലും TV പ്രോഗ്രാമോ അല്ലെങ്കിൽ ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടാവും. അത് നിങ്ങളെന്നെ ആരും ഓർമ്മപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാവില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഒരു റുട്ടീൻ പോലെ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ കാര്യത്തിനോട് ചേർന്ന് നിങ്ങൾ ഈ ഒരു ഡയറി എഴുതുക അല്ലെങ്കിൽ ജേർണലിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആ ഫസ്റ്റത്തെ പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതിന് നിങ്ങൾ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഇനി എൻ്റെ ഡയറി എഴുതട്ടെ എന്നുള്ള പ്രോസസ്സ് വരികയും അത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. ഹാബിറ്റായിട്ട് മാറിയുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് പർപ്പസ്ഫുള്ളി ഓർത്തെടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളത് ഡെയിലി ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഡ്രസ്സ് മാറുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാ ദിവസവും പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റിലേക്ക് മാറും കേട്ടോ. ഈ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ ഏറ്റവും മെയിൻ പോയിന്റുകളിലൊന്നാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഞാൻ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കൊരു മെയിൽ അയക്കുന്ന ആവശ്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം ഞാൻ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ
റൈറ്റിംഗ് സ്കില്ല് അത്ര നന്നായിട്ട് ഇമ്പ്രൂവ് ആവണമെന്നില്ല കേട്ടോ. ഇനി നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയിട്ടുള്ള കിടിലൊരു ആപ്ലിക്കേഷൻ ഞാനിവിടെ പരിചയപ്പെടുത്തട്ടെ ഇതിൻ്റെ ഇടയിൽ. അതിൻ്റെ പേരാണ് സ്പാർക്കി എന്ന് പറയുന്നത് കേട്ടോ. സ്പാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് സ്കില്ലിൻ്റെ കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആക്കണം. നിങ്ങളൊരു സെൻറ്റൻസ് എഴുതി, അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ ഇനി മനോഹരമായിട്ട് എഴുതാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി നിങ്ങൾ ആരോടെങ്കിലും വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ആരോടെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന പോലെ ചോദിക്കുമ്പോൾ അവരൊരു പക്ഷേ പറഞ്ഞു തരികയും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അവർ നിങ്ങളെ കളിയാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾ ചോദിക്കുന്നല്ലാതെ പിന്നെ നമ്മളെ കളിയാക്കുന്ന ഒരു സാഹചര്യം വന്ന് നമ്മൾ പലരോടും സംശയം ചോദിക്കില്ല. കാരണം ഞാൻ ഇത്രയും പൊട്ടത്തെറ്റാണോ എഴുതി വെച്ചത്, ഞാൻ എന്തിനെ വല്ലവരും അറിയിക്കേണ്ട ആവശ്യം എന്ന് കരുതിയിട്ട് പലപ്പോഴും അതങ്ങനെ ഒഴിവാക്കി വിടാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം സംസാരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം എഴുതുകയാണ്, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനോട് ചോദിക്കാം, സ്പാർക്കി ഞാൻ എഴുതിയ ഈ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാർക്കി നിങ്ങളുടെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ട്യൂട്ടറുടെ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, സ്പീക്കിംഗ് എബിലിറ്റി, വൊക്കാബുലറി, ഗ്രാമർ എന്ത് സംഭവമാണെങ്കിലും നിങ്ങളതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്. ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് സ്പാർക്കിനോട് ചോദിക്കുക. സ്പാർക്ക്, what's your dream job, Leo? My dream job is accounts receivable in healthcare industry. That's a well-structured response, Leo. You're aiming high. What interests you about accounts receivable in the healthcare industry? Because accounts receivable main job role is speaking English. ഒന്ന് ജോലിക്ക് അനുബന്ധമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും നിങ്ങൾ അതിന് മറുപടി പറയുമ്പോൾ സാധാരണ മറുപടി കേട്ടിട്ട് അടുത്ത ചോദ്യം വരുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞ മറുപടിയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഇന്ന രീതിക്ക് പകരം ഇന്ന രീതിയിൽ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് സജഷൻ തരാൻ കഴിവുള്ള ഒരു AI ആപ്പാണ് കേട്ടോ സ്പാർക്കി എന്ന് പറയുന്നത്. ഇത് ആൻഡ്രോയിഡ് ഫോണുള്ള ആളുകൾക്ക് അവൈലബിൾ ആണ്, ഐഫോണുകാർക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല അറ്റ് ദ മൊമെൻറ്റ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി നോക്കുക, ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് വൈ, എന്തുകൊണ്ട് നമ്മൾ ഈ ജേർണലിംഗ് മെത്തേഡ് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം പല ആളുകൾക്കുണ്ടാവും. അതായത് നമ്മൾ റൈറ്റിംഗ് സ്കില്ലിന് വേണ്ടി മാത്രമാണോ ഇത് ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ്, ഇംപ്രൂവ് ക്ലാരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ചെയ്യേണ്ട 10 ഗോളുകൾ എഴുതി വയ്ക്കുന്നു. പലപ്പോഴും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും ഒരു വർഷത്തിന് ശേഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ 1-2 മാസം കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി മറന്നു പോവുകയും അത് വിട്ടുപോവുകയും പലപ്പോഴും നമ്മുടെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാതെ വരികയും ആണ് സാധ്യത ഉണ്ടാവുക. എന്നാൽ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഈ ഡയറി എടുക്കുകയും എല്ലാ ദിവസവും നമ്മൾ ആ വർഷം ചെയ്യേണ്ട ഗോൾസും കാര്യങ്ങളും എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അത് കാണുന്നതും നമ്മുടെ മൈൻഡിൻ്റെ ഫോക്കസ് കൂടാനും ക്ലാരിറ്റി കൂടാനും ആ പർപ്പസ്ഫുള്ളി ആ കാര്യങ്ങൾക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും കേട്ടോ. രണ്ടാമത്തെ ബെനിഫിറ്റാണ് എൻഹാൻസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് എഴുതാം. നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഫിക്ഷണൽ സ്റ്റോറീസ്, നോൺ ഫിക്ഷണൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം സമൂഹത്തിൽ നടന്നു, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് മറ്റൊരാൾക്കാരോട് പറയാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കാം. കാരണം നിങ്ങളുടെ സ്വന്തം ഡയറി ആണല്ലോ, ആരും ചെക്ക് ചെയ്യുന്നില്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം കൂടുകയും നമ്മുടെ എംപതി ലെവൽ കൂടുകയും നമുക്ക് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അവർ നമ്മളോട് പറയുമ്പോൾ, അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എക്സാക്ട്ലി പ്രോപ്പറായിട്ട് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കൊടുക്കാൻ നമ്മളെ സഹായിക്കും. കമ്മ്യൂണിക്കേഷനാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. മറ്റൊരാൾ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി കൂടുന്നത്, ഡെയിലി ജേർണലിംഗ് ചെയ്യുന്നത് കൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടുകയും ആ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇമ്പ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റാണ് ഇൻക്രീസ് വൊക്കാബുലറി. നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്ഥിരം ചെയ്യുന്ന ഒരു സംഭവമാണ് പുതിയ വാക്കുകൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. പലപ്പോഴും പുതിയ വാക്കുകൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും, എന്നാൽ അത് നമ്മുടെ ഒരു ഷോർട്ട് ടൈം മെമ്മറിയിൽ കുറച്ചാൾ നിൽക്കുകയും ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകാത്തത് കാരണം അത് എവിടെയെങ്കിലും കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും എന്നല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ പലപ്പോഴും ഈ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാറില്ല. അത്തരത്തിൽ നിങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്നില്ലേ. എന്നാൽ ഈ ഒരു ജേർണലിംഗ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന പുതിയ വാക്കുകൾ നമ്മൾ ഈ ഡയറിയിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. നമ്മൾ അന്നാന്ന് എഴുതുന്ന സമയത്ത് അന്ന് പഠിച്ച പുതിയ വാക്കുകൾ പർപ്പസ്ഫുള്ളി നമ്മൾ എഴുതുന്ന ആ ഒരു കണ്ടന്റിൽ നമുക്ക് ആഡ് ചെയ്യാനും, അങ്ങനെ നമ്മുടെ ആ ഒരു പുതിയ വാക്ക് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സർഫസ് ലെക്സിക്കോണിലേക്ക് കയറി കിടക്കാനും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ വേർഡായിട്ട് ആ ഒരു പുതിയ വാക്ക് മാറുകയും അങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവുകയും നിങ്ങൾക്ക് വൃത്തിയിൽ അല്ലെങ്കിൽ ഭംഗിയിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും
സംസാരിക്കാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തൊരു കിടലൻ പോയിന്റാണ് കേട്ടോ കൺസിസ്റ്റൻസി ബിൽഡിംഗ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്ന് പറഞ്ഞുള്ളൊരു പ്രയോഗം പലയിടത്തും ഉണ്ട് കേട്ടോ. പല ആളുകളും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യമായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് കൂടുതലുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിത്യാഭ്യാസി ആനയെ എടുക്കും. അതായത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിത് ഡെയിലി എഴുതുന്ന പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ചെയ്യുന്ന പ്രോസസ്സല്ല. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്തോളം കാലം എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലൈഫിൽ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാനും ആ ഒരു കൺസിസ്റ്റൻസി ഈ എഴുതുന്ന കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ ലൈഫ് വേറൊരു ആംഗിളിലേക്ക് ഇത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നമ്മളെ ഈ ഒരു മെത്തേഡ് ജേർണലിംഗ് മെത്തേഡ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാ ഇംപ്രൂവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പല ആളുകളും യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ ആയിട്ടുള്ള ടോപ്പിക്കുള്ള വീഡിയോകൾ സെർച്ച് ചെയ്യുമ്പോൾ പലരും പറയും ഇന്ന് തന്നെ ഗ്രാമർ റൂൾസ് പഠിക്കണം എന്ന് പറയും. സാധാരണഗതിയിൽ നമ്മൾ ഗ്രാമറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള പല ആളുകൾക്കും അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ഉപയോഗിച്ച ഗ്രാമർ കറക്റ്റാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരികയും നമ്മൾ പലപ്പോഴും അത് തെറ്റി പറയുന്നതിന് പകരം നമ്മൾ പറയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവും. എന്നാൽ ഡെയിലി എഴുതുന്ന സമയത്ത് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുതുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന പോലെ അത്ര സ്പീഡിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടൈം എടുത്ത് ചിന്തിച്ച് നമുക്ക് ഈ ഗ്രാമറും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ സഹായം നമുക്ക് ഇവിടെ ഉപയോഗിക്കട്ടെ. നിങ്ങളൊരു സെൻറ്റൻസ് എഴുതിയിട്ട് അതിൻ്റെ ഗ്രാമർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് അതേപടി ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്പാർക്കിനോട് ചോദിക്കുക, സ്പാർക്കി ഈ ഒരു സെൻറ്റൻസിലെ ഗ്രാമർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാർക്കി നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാമർ കറക്റ്റാക്കി തരികയും അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ 1-2 തവണ ഇത്തരത്തിൽ ഗ്രാമർ കറക്റ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ സംസാരിച്ച് പഠിച്ചതുപോലെ തന്നെ എഴുതി പഠിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതാനും എഴുതി കൺസിസ്റ്റൻസിയോട് കൂടി എഴുതി വരുന്നതോടുകൂടി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഗ്രാമർ ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് നിങ്ങളൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുന്ന രീതിയിലേക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് കിടലനായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും കേട്ടോ. ഞാൻ ട്രാക്ക് പ്രോഗ്രസ് എന്ന് പറഞ്ഞത്, അതായത് നോർമലി പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇനീഷ്യലി ജനുവരിയിൽ തുടങ്ങുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഡിസംബർ വരെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മെഷർ ചെയ്യാനുള്ള ഡാറ്റ പലയിടത്തും ഇല്ല. ഇപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മൾ ഏത് ലെവലിലായിരുന്നു, ഇപ്പോൾ ഏത് ലെവൽ വരെ എത്തി എന്നുള്ളതിന് നമ്മുടെ തെളിവോ എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജേർണലിംഗ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനുവരി 1-ാം തീയതി എഴുതുന്ന അല്ലെങ്കിൽ ജനുവരി 10-ാം തീയതി എഴുതുന്ന ഒരു ഡയറി കുറിപ്പും നിങ്ങൾ അതേ വർഷം കൺസിസ്റ്റൻ്റ് എല്ലാ ദിവസവും എഴുതി നിങ്ങൾ ഡിസംബർ മാസം 1-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി 30-ാം തീയതി എഴുതുന്ന ഒരു ഡയറി തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ക്വാളിറ്റിയിൽ നിങ്ങളുടെ എഴുതുന്ന സ്ട്രക്ചറിൽ, സെൻറ്റൻസ് സ്ട്രക്ചറിൽ, നിങ്ങളുടെ ഗ്രാമറിൽ, വൊക്കാബുലറിയിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുകയും നിങ്ങൾക്ക് തന്നെ തോന്നുകയും ഒരു വർഷം മുൻപ് ഇങ്ങനെ എഴുതിയിരുന്ന ഞാൻ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്ര ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ളതിന് മെഷർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നിങ്ങളെ ഈ ഒരു ജേർണലിംഗ് മെത്തേഡ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് കിടലനായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ അങ്ങനെ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുകയും പ്ലസ് അതോടുകൂടി തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്ന കിടലനായിട്ട് ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മെത്തേഡാണ് ജേർണലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനാകെ വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പുസ്തകം അല്ലെങ്കിൽ ഒരു ഡയറി, ഒരു പേന മാത്രമാണ് ആവശ്യമുള്ളത്. പ്ലസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഏതെങ്കിലും ആക്ടിവിറ്റിയുടെ കൂടെ ക്ലബ് ചെയ്ത് ഇത് ചെയ്യുകയും നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന വാക്കുകളൊക്കെ പർപ്പസ്ഫുള്ളി നിങ്ങൾ ഇതിനകത്ത് എഴുതുന്ന സമയത്ത് ആഡ് ചെയ്ത് എഴുതാനും ശ്രമിച്ചു കഴിഞ്ഞാൽ റൈറ്റിംഗ് സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ജേർണലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ ബൈ.